ഇപ്പം ഞങ്ങൾ എന്നാ വേണമെന്ന് ചോദിച്ചു. നിങ്ങൾ എന്താണെന്നറിയോ വേണ്ടത്? അങ്ങനെയൊക്കെ സന്തോഷങ്ങൾ കാണുമ്പോൾ, മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു പുഞ്ചിരി ഒന്ന് തൂകിക്കേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കംപ്ലീറ്റ് മൂഡിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഹായ് ഗായ്സ്, ഞാൻ ആലിസ് മാത്യു. എല്ലാവർക്കും ലാസ് വേഗസിൽ നിന്നും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? ഞാൻ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ഞാൻ അമേരിക്കയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്തതും അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയതും അല്ലെങ്കിൽ മോൻ്റെയൊക്കെ അടുത്തിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമാണെന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടതിൽ ചിലർ പറഞ്ഞു അതിനിപ്പോൾ ഞങ്ങൾ എന്നാ വേണമെന്ന് ചോദിച്ചു. നിങ്ങൾ എന്താണെന്നറിയോ വേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, അങ്ങനെയൊക്കെ സന്തോഷങ്ങൾ കാണുമ്പോൾ, മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു പുഞ്ചിരി ഒന്ന് തൂകിക്കേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കംപ്ലീറ്റ് മൂഡിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും പ്രായമായിട്ടിരിക്കുമ്പോൾ, എനിക്ക് 72 വയസ്സായി, ഇത്രയും പ്രായമായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വലിയ ആനക്കാര്യങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ലല്ലേ? അപ്പോൾ ഞാൻ എന്താണെന്നറിയാമോ ചെയ്യുന്നത്? ഐ ലീവ് ഇൻ ദ പ്രസൻറ്റ്. എനിക്കിപ്പോൾ എൻ്റെ മോൻ്റെ കൂടെയും കൊച്ചുമക്കളുടെ കൂടെയും എല്ലാം ഇരിക്കുന്നത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവരുടെ കൂടെ ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നതായിരിക്കും, അല്ലെ എൻ്റെ മോനോ എൻ്റെ മരുമോളോ എനിക്കൊരു കപ്പ് കാപ്പി ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ എന്താണെന്നറിയാമോ നോക്കുന്നത്? ഞാൻ നോക്കും ഇന്ന് എനിക്ക് എന്തെല്ലാം സന്തോഷം, എനിക്ക് നല്ല സമയം എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ ഓർത്തിട്ട് അതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ സന്തോഷം വാരിക്കൊരു തരത്തില്ല. ഒന്നാമത്തെ കാര്യം, സന്തോഷം എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഏത് കാര്യത്തിനും നെഗറ്റീവ് അടിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കത്തില്ല. അതിനുശേഷം അയ്യോ എനിക്ക് സന്തോഷമില്ല, എനിക്ക് അപ്പടി മനപ്രയാസമാണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ശരി, യങ് ആയിട്ടിരിക്കുന്ന കാലത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോലിയിലെ കയറ്റം, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തിയതിൻ്റെ സന്തോഷം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രായമായിട്ട് റിട്ടയർ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഓർക്കാവോ? പക്ഷേ അതും ഓർക്കാം. നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ അല്ലെ നമ്മുടെ സമപ്രായക്കാരുമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം കണ്ടെത്താം. നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്കന്ന് സന്തോഷം കിട്ടിയ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കണം. വലിയ കാര്യങ്ങളൊന്നും കാണത്തില്ല, ചെറിയ ചെറിയ കാര്യം മതി. ഞാൻ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു. എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ഇപ്പം ലാസ് വേഗസിൽ വന്നപ്പോൾ എൻ്റെ മോൻ്റെ കൂടെയും മരുമോടെ കൂടെയും പിള്ളേരുടെ കൂടെയും ഇരിക്കുന്ന സമയം ഭയങ്കരമായിട്ട് ഹാപ്പിയുള്ളതാണ്. ഞാനും എൻ്റെ ലൂക്കിയും ലോകനും കൂടെ ഫുട്ബോൾ കളിച്ചു. അങ്ങനെ ഓടി നടന്നു ചാടി, അതെല്ലാം ഭയങ്കരമായിട്ട് മെമ്മറീസ് തരുന്നതും സന്തോഷം നൽകുന്നതുമായ ഓരോ മൊമെൻറ്റ്സാണ്. ഞാൻ അതാണ് നോക്കുന്നത്. അല്ലാതെ അയ്യോ ഞാൻ പിള്ളേരൊക്കെ സ്കൂളിൽ പോയപ്പം ഞാൻ തന്നെത്താനെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു, അതൊന്നുമല്ല ഞാൻ ഓർക്കുന്നത്. ഇന്ന് രാവിലത്തെ മെസ്സേജിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ ഒരു കാര്യം ഇടുമ്പോൾ അത് അവരുടെ പൊങ്ങച്ചത്തിനൊന്നും അല്ല ഇടുന്നത് കേട്ടോ. ശരിക്കും ഞാൻ പറയാം, എനിക്കൊരു പൊങ്ങച്ചത്തിൻ്റെയും കാര്യമില്ല, എനിക്ക് അത്ര പൊങ്ങാനും മാത്രം ഉള്ളതില്ല. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് കൊണ്ട് ഒരുപാട് പേര് ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് വലിയ 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 കാര്യങ്ങൾ, അല്ലെ ഒരു $10,000 ഇങ്ങോട്ട് കിട്ടുന്ന സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു കാറ് കിട്ടിയ സന്തോഷമായിരിക്കും, അങ്ങനെയൊക്കെ സന്തോഷിക്കുന്നവരുണ്ട്. അതൊക്കെ അതാത് കാലയളവിൽ അങ്ങനത്തെ സന്തോഷമൊക്കെ ഭയങ്കര നല്ലതാണ്. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ പ്രായമായി എന്നെപ്പോലെ വാർദ്ധക്യത്തിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ സന്തോഷമില്ലേ, മനപ്രയാസമാണ്, എൻ്റെ മക്കളടുത്തില്ലേ എന്നൊന്നും ഭരിച്ചല്ല ഇരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾക്ക് ഇന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ട് സാധിച്ചു, അല്ലെ ആരെങ്കിലും ഫ്രണ്ട്സിനോടൊന്ന് ഫോൺ വിളിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പഴയ മെമ്മറീസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ വെളിയിൽ പോയി നല്ലൊരു ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വന്നു. ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ മതി. അതിനകത്ത് അയ്യോ എനിക്ക് അത്രയും സാധിച്ചില്ലേ, സന്തോഷിക്കാൻ സാധിച്ചില്ല, ഒന്നുമില്ലെങ്കിൽ ഓർക്കുക. ശരി, നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരാൾ വന്നു, റൂം ഒന്ന് ക്ലീൻ ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ റൂമിലൊന്ന് ഇരിക്കാൻ ബെഡ്ഷീറ്റ് മാറി എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വന്നില്ലേ? ഇന്ന് എനിക്ക് സന്തോഷിക്കാനും മാത്രം അതുണ്ട് എന്ന് വിചാരിക്കുക. അല്ലാതെ നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ കാണാതെ വലിയ കാര്യങ്ങൾക്കായിട്ട് നോക്കിയിരുന്നാൽ നമുക്ക് സന്തോഷം കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓർക്കുക,
പൊങ്ങച്ചം കാണിക്കാനൊന്നുമല്ല എൻ്റെ വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സന്തോഷിക്കുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് പക്ഷേ ഒന്ന് ചകഞ്ഞ് നോക്കിയെടുക്കണം കേട്ടോ. കാരണം ചെറിയ കാര്യങ്ങളെയല്ല എല്ലാവരും നിസ്സാരമായിട്ട് തള്ളും. അങ്ങനല്ല. വിഷമം ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചെയ്യരുത്. കഴിഞ്ഞു. അത് കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം നമ്മൾക്ക് എങ്ങനെ വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളു കാര്യം കേട്ടോ. അതുപോലെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും എനിക്ക് കിട്ടിയ സന്തോഷങ്ങളുടെ വിവരണങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് പൊങ്ങച്ചത്തിനല്ല, മറിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങളുടെ ഓരോ ദിവസവും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ ഒന്ന് വലുതായി കണ്ടു കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് ആ ദിവസം ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതിനെല്ലാം പോകാൻ പറയാം കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.